നമ്മൾ നിത്യേന വ്യത്യസ്തമായ പല സാധനങ്ങളും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാൻ നമുക്കും ആഗ്രഹമുണ്ടാവും. അത്തരത്തിലുള്ള ചില നിത്യോപയോഗ സാധനങ്ങളുടെ നിർമ്മാണ വീഡിയോകളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഉപയോഗിക്കാറുള്ള പെൻസിലുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ? ഈ വീഡിയോ കണ്ടാൽ അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ആദ്യം തന്നെ ഗ്രാഫൈറ്റ് മിശ്രിതം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു നോസിലൂടെ കടത്തിവിടും. അങ്ങനെ നീളത്തിലുള്ള ഗ്രാഫൈറ്റ് സ്ട്രിങ്ങുകൾ ഉണ്ടാക്കുന്നു. പിന്നീട് അത് പെൻസിൽ വലുപ്പത്തിൽ മുറിച്ചെടുക്കുകയും ഉണക്കിയെടുക്കുകയും ചെയ്യുന്നു. ശേഷം അത് മെഴുകു മിശ്രിതത്തിൽ മുക്കിവെക്കും. ഇനി നീണ്ട തടി കഷ്ണത്തിലേക്ക് ഈ ലെഡ് ഗ്രാഫൈറ്റ് കയറ്റിവെക്കുന്നു. പിന്നീട് അതിനു മുകളിലേക്ക് അതേ അളവിലുള്ള മറ്റൊരു തടി കഷ്ണം കയറ്റിവെച്ച് അതിനു ചുറ്റും പശ പുരട്ടും. ഇത്തരത്തിൽ നിർമ്മിച്ച പെൻസിൽ സാൻഡ്വിച്ചുകൾ 1 മണിക്കൂറോളം നന്നായി ഉണക്കി പ്രസ് ചെയ്യും. അതിനുശേഷം ഉരുണ്ടതോ 3ഓ 6ഓ വശമുള്ള പെൻസിലുകളായി ഷേപ്പ് ചെയ്തെടുക്കുന്നു. പിന്നെ പെയിന്റ് ചെയ്ത് കമ്പനി നെയിമും സ്റ്റാമ്പ് ചെയ്ത് അറ്റം മൂർച്ച കൂട്ടി പാക്ക് ചെയ്യുന്നു. ഈ പറഞ്ഞതിൽ കളർ കൂടി മിക്സ് ചെയ്ത് ഗ്രാഫൈറ്റ് മിശ്രിതം തയ്യാറാക്കിയാണ് കളർ പെൻസിലുകൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും ദിവസേന പല്ലു തേക്കാനായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ ടൂത്ത് ബ്രഷുകൾ. ഒരു ബ്രഷിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് ചെറിയ പ്ലാസ്റ്റിക് തരികൾ ഒരുക്കി അതിനെ ഒരു മൊഡ്യൂളിലേക്ക് നിറച്ച് ബ്രഷിൻ്റെ ഹാൻഡിലുകൾ നിർമ്മിക്കുന്നതോടെയാണ്. ഈ ഹാൻഡിലിൽ ഗ്രിപ്പുകൾ ഘടിപ്പിക്കപ്പെടും. ഇതിൻ്റെ അറ്റത്ത് ബ്രിസിലുകൾ ഘടിപ്പിക്കാനുള്ള ഹോള് കൂടി ഉണ്ടാകും. ഇനി ബ്രിസിലുകൾ ഉണ്ടാക്കാനായി തീരെ കനം കുറഞ്ഞ നൈലോൺ നൂലുകൾ നിശ്ചിത എണ്ണം ഓരോ കുഴികളിലും വച്ച് പിടിപ്പിക്കുന്നു. പിന്നീട് അത് കൃത്യമായി ട്രിം ചെയ്ത് സ്മൂത്താക്കി സ്റ്റാമ്പ് ചെയ്യുന്നു. ഈ പ്രോസസ്സുകളെല്ലാം തന്നെ ചെയ്യുന്നത് മെഷീൻ്റെ സഹായത്തോടെയാണ്. നമ്മുടെ ഏറ്റവും കംഫർട്ടായ വസ്ത്രങ്ങളിൽ ഒന്നാണല്ലോ ജീൻസുകൾ. ഇവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീൻസ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. ശേഖരിച്ച് വൃത്തിയാക്കിയ കോട്ടണുകൾ നൂൽ രൂപത്തിലാക്കി അത് പിന്നീട് ഡൈ ചെയ്തെടുക്കും. ബാക്കിയുള്ളവ വെള്ള നിറത്തിലും സൂക്ഷിക്കും. ഈ 2 നിറങ്ങളും ചേർത്ത് തുണി നെയ്തെടുക്കുന്നു. പിന്നെ അത് കട്ട് ചെയ്ത് അളവുകൾക്കനുസരിച്ച് തയ്ക്കും. ഭൂരിഭാഗം ജോലികളും മെഷീനുകൾ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ലേസറുകൾ ഉപയോഗിച്ച് കളർ ഷെയ്ഡുകൾ ഉണ്ടാക്കുന്നു. ഇതിൽ ചിലത് മെഷീൻ വർക്കും മറ്റു ചിലത് ആളുകൾ തന്നെ ചെയ്യുന്നതുമാണ്. ഇതിനുശേഷം വലിയ ഹോട്ട് ബലൂണുകൾക്കുള്ളിൽ ജീൻസ് നിറച്ച് ചൂടാക്കുന്നു. ഇത്തരത്തിലാണ് പല വ്യത്യസ്തമായ ജീൻസുകൾ നിർമ്മിക്കുന്നത്. തീപ്പെട്ടിക്കുള്ളികൾ ഉണ്ടാക്കാൻ ജലാറ്റിൻ ക്യാപ്സ്യൂളും പൊട്ടാസ്യം ക്ലോറേറ്റും മിക്സ് ചെയ്ത് അതിലേക്ക് സിലിക്കയുടെ ചെറിയ തരികൾ ചേർക്കുന്നു. പിന്നെ അതിനോടൊപ്പം നിറവും ചേർക്കും. തടി കഷ്ണങ്ങളിൽ നിന്ന് തീപ്പെട്ടിക്കുള്ളികൾ മെഷീൻ്റെ സഹായത്തോടെയാണ് മുറിച്ചെടുക്കുന്നത്. ശേഷം കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിട്ട് ഇവ ഫിൽട്ടർ ചെയ്ത് വേർതിരിച്ചെടുക്കുകയും ചെയ്യും. പിന്നീട് ഒരു മാച്ച് ബാറിൽ ഇവ എടുക്കപ്പെടുന്നു. ശേഷം നേരത്തെ തയ്യാറാക്കിയ മിശ്രിതത്തിൽ തലയൊന്നു മുക്കി 5 സെക്കൻഡിൽ പൊങ്ങി വരുന്നു. ഇത് നന്നായി ഉണക്കി മെഷീൻ തന്നെ മാച്ച് ബോക്സിൽ നിറക്കുന്നു. ഇത്രയും ചെയ്താൽ തീപ്പെട്ടിക്കുള്ളി റെഡി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ ഏത് നിർമ്മാണമാണ് കൂടുതൽ ആശ്ചര്യം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.